യേശുവിൽ പ്രിയരെ, ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിത്വമുണ്ട്. അത് ജോസഫാണ്, വിശുദ്ധ യോസേഫ് പിതാവ്. ഇന്നത്തെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചത് അനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിദ്രയിൽ നിന്നുണർന്ന് തൻ്റേതല്ലാത്ത ഭാര്യയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, ഒരുപക്ഷെ രക്ഷാകര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിത്വം യോസേഫ് പിതാവാണ്. യോസേഫ് പിതാവ് നീണ്ട നാളുകൾ ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി ഓടി നടന്ന് ഒടുവിൽ തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയായ പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഒരുങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ നിദ്രയിൽ ഒരു ദുരന്ത വാർത്ത അവൻ അറിയുക. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുകയാണെന്നുള്ള വാർത്ത. അതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിവാഹത്തിൻ്റെ നിശ്ചയത്തിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൻ്റെ എല്ലാ മോഹങ്ങളും മനോഹരമായി നെയ്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടി തൻ്റെ വിവാഹ ദിനത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തത്തിൻ്റെ വാർത്തയാണ്. തൻ്റെ ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടി അവൾ ഗർഭിണിയാണെന്ന് അറിയപ്പെടുക. അതുമാത്രമല്ല, ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുക, അവൾ ദേവാലയത്തിൽ വളർന്ന പെൺകുട്ടിയാണ്, ദൈവത്തിന് ഏറ്റവും പ്രിയകരമായ പെൺകുട്ടിയാണ്, ദൈവവിചാരങ്ങളുണ്ടായിരുന്ന പെൺകുട്ടിയാണ്, വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇത്രമേൽ വിശുദ്ധമായൊരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്. പ്രവാചകൻ്റെ അരുളപ്പാടനുസരിച്ച് തൻ്റെ കയ്യിലിരുന്ന ഉണക്കവടി പൂത്ത് അത് അടയാളം കൊടുത്തൊരു പെൺകുട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇത്രമേൽ വിശുദ്ധമായൊരു പെൺകുട്ടിക്ക് എങ്ങനെ സാധിക്കുമെന്നൊക്കെ അവൻ ഒരു വേള തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നമ്മൾ യോസേഫ് പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു ചിത്രം കണ്ടിട്ടില്ലേ? പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയൊക്കെ ഒത്തിരി അതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് യോസേഫ് പിതാവിൻ്റെ ഈ നിദ്ര? പ്രിയപ്പെട്ടവരെ, അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ധ്യാനിക്കാം. ആ നിദ്രയിൽ, ആ രാത്രിയിൽ യോസേഫ് പിതാവിനോട് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുക, നീ അവളെ ഭാര്യയായി സ്വീകരിക്കണം, അവൾക്ക് നീ കാവലാകണം, കുഞ്ഞിനെ രക്ഷകനാകണം, കുഞ്ഞിനെ നീ വളർത്തി വലുതാക്കണം എന്നൊക്കെ ദൂതൻ അരുളപ്പാട് കൊടുത്ത അന്ന് അവൻ്റെ കണ്ണുകൾ അടച്ചതാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അവൻ്റെ ഭൗതികമായ കണ്ണുകളെ അവൻ തുറന്നിട്ടില്ല. ഒരു വേള അവൻ്റെ ഭൗതിക കണ്ണുകളെ കൊണ്ട് മറിയത്തെ നോക്കിക്കണ്ടിരുന്നെങ്കിൽ ഇന്നൊരു അമ്മയും കുഞ്ഞും ഈ ഭൂമിക്കുണ്ടാകില്ല. ഇന്നൊരു രക്ഷകനെ ഭൂമിക്ക് സമ്മാനിക്കാൻ ഈ ചെറുപ്പക്കാരന് സാധ്യമാകുമായിരുന്നില്ല. എന്നാൽ ആ നിദ്രയിൽ അവൻ്റെ ഭൗതിക കണ്ണുകൾ എന്നേക്കുമായി അടയപ്പെട്ടു. പിന്നീട് അവൻ തുറന്നത് മുഴുവൻ സ്വർഗത്തിൻ്റെ കണ്ണുകളാണ്. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സ്വപ്നങ്ങൾ നെയ്തുണ്ടാക്കി ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വൈകൃതമുള്ള പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റുക? മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ടാൽ അവൾ ചരിത്രത്തിൽ ഇന്ന് വരെ പുരുഷനറിയാതെ ഒരു പെണ്ണും ഗർഭം ധരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പെണ്ണിനെയും അവനെ തെറ്റിദ്ധരിക്കാമായിരുന്നു, അവളെ വേശ്യയെന്ന് മുദ്രകുത്തപ്പെടാമായിരുന്നു, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കാമായിരുന്നു, വിട്ടുകൊടുക്കാമായിരുന്നു. ഒരു കുഞ്ഞിനെയും അമ്മയെയും എന്നേക്കും ലോകത്തിന് മരണത്തിന് വേണ്ടി അവന് വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാൽ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ അരുളിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു എന്നാണ് പറയാം. കർത്താവിൻ്റെ ദൂതൻ്റെ അരുളപ്പാടുകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ആ മനുഷ്യനെങ്ങനെ സാധിച്ചത്? അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പലപ്പോഴും നമുക്കൊത്തിരി ദൂതുകളൊക്കെ ലഭിക്കാറുണ്ട്, പക്ഷേ നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, ദൈവമേ ഇത് പറ്റില്ലല്ലോ, അങ്ങനെയല്ലല്ലോ, എൻ്റെ ഭാര്യയുടെ ഒരു കുറവ്, എൻ്റെ ഭർത്താവിൻ്റെ ഒരു കുറവ്, എൻ്റെ മക്കളുടെ അപ്പൻ്റെ അമ്മയുടെ കുറവ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ കുറവ്, അതിനെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം അല്ലേ? നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. എന്നാൽ ഈ യോസേഫ് പിതാവ് തൻ്റെ കണ്ണുകളെ എന്നേക്കുമായി അടച്ചു. അവൻ്റെ ബുദ്ധിയെ എന്നേക്കുമായി ഒന്ന് മാറ്റി നിർത്തി. എന്നിട്ട് അവൻ്റെ ആത്മീയ കണ്ണുകളെ തുറന്ന് ആത്മീയ ചിന്തകൾ കൊണ്ട് സ്വർഗത്തിൻ്റെ ദൂതുകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ അവൻ തയ്യാറായപ്പോൾ ഈ ലോകത്തിൻ്റെ അത്ഭുതത്തിൻ്റെ അപ്പനാവാൻ അവന് കഴിഞ്ഞു. ഒരു ദൈവത്തിന് ഭൂമിക്ക് ജന്മം കൊടുക്കാനുള്ള ആത്മീയതയുടെ അപ്പനാവാൻ അവന് കഴിഞ്ഞു.
പരിശുദ്ധ മറിയത്തിനും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനും സംരക്ഷകനാകാനുള്ള ആത്മീയതയുടെ കണ്ണുകൾ അവൻ തുറന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കും ഈ കണ്ണുകളെ ഒന്ന് തുറക്കണ്ടേ? നമ്മൾ എത്രയോ നാളായില്ലേ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്? അതിനെ വെറുതെ ആഘോഷിച്ച് പോയിട്ട് കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ ദൂതുകളെ മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ളവർക്ക് രക്ഷകരാകുക എന്നുള്ളതാണ്, കാവലാവുക എന്നുള്ളതാണ്, സംരക്ഷകരാകുക എന്നുള്ളതാണ്. ദൈവിക ദൂതുകളെ മനസ്സിലാക്കി കുടുംബത്തിൽ അനുഗ്രഹമാവുക എന്നുള്ളതാണ്. അത് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ വെറുതെ ആഘോഷങ്ങളിൽ അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ മറക്കരുത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഈ അപ്പനെ നമ്മൾ മറക്കരുത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കൊന്ത ചെല്ലുമ്പോഴും നൊവേനകൾ അർപ്പിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും അറിയാതെ നമുക്കൊരു സങ്കടം വരുമ്പോഴും അമ്മയെന്നെ വിളിക്കാറ്. അപ്പനെ പലപ്പോഴും മാറ്റി നിർത്തുകയാണ് നമ്മൾ, അല്ലേ? കാരണം ഈ അപ്പൻ്റെ സ്ഥാനം അത് വലിപ്പമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരമ്മയ്ക്കും കുഞ്ഞിനും ജീവിക്കാൻ അനുവാദം കൊടുത്ത ഒരപ്പനാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ എല്ലാവരും ജീവിക്കട്ടെ. നമ്മളിലൂടെ നമ്മുടെ കൂടെയുള്ളവർ ജീവിക്കട്ടെ. എത്രയോ മരണമടഞ്ഞ മനുഷ്യരാണ് നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്നത്, അല്ലേ? ആത്മീയമായി മരിച്ചുപോയവർ, സ്നേഹം കിട്ടാതെ, കരുതൽ കിട്ടാതെ, ക്ഷമ കിട്ടാതെ, പങ്കുവെക്കൽ കിട്ടാതെ, ഒരു പുഞ്ചിരി പോലും കിട്ടാതെ നമ്മളിങ്ങനെ ഒരിടത്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളില്ലേ? ജീവിച്ചൊരിക്കലും മരിച്ചതിൽ തുല്യമായിട്ടുള്ള ചില ജീവിതങ്ങൾ. അവർക്ക് ജീവൻ കൊടുക്കുമ്പോഴാണ് ക്രിസ്മസുകൾ ആഘോഷങ്ങളായി തീരുക, അനുഗ്രഹങ്ങളായി തീരുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ക്രിസ്മസൊക്കെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്തും ആരെങ്കിലുമൊക്കെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, മരണത്തോട് മല്ലടിക്കുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നാണം കെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു കാവലായി തീരുവാൻ, അവർക്കൊരു സംരക്ഷണമായി തീരുവാൻ, അവർക്കൊരു രക്ഷകനായി തീരുവാൻ എൻ്റെ പുറം കണ്ണുകളെ അടച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് മറ്റുള്ളവരെ നോക്കിക്കണ്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിൻ്റെ വെളിപാടുകളോട് ആമേൻ പറഞ്ഞ് ജീവിക്കുവാൻ കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.